അഞ്ചൽ താജ് എന്ന യുവ എഴുത്തുകാരൻ്റെ മനോഹരമായ ഒരു പുസ്തകമാണ് ഈ സ്നേഹം. അതിൽ അദ്ദേഹം കുറിച്ചു വച്ചിരിക്കുന്ന മനോഹരമായ ഒരു കാര്യം ഇപ്രകാരമാണ്: മറ്റെന്തെല്ലാം നൽകാൻ മറന്നാലും അവൻ മറക്കാതെ ഈ ഭൂമിയിലേക്ക് അയക്കുന്ന മനുഷ്യന് നൽകുന്ന ഒന്നാണ് ഹൃദയം. അതിൽ ചിലരൊക്കെ അവൻ്റെ ഹൃദയം തന്നെ മോഷ്ടിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് എത്താറുണ്ട്. നമ്മൾ അനുഗ്രഹീതരാണെങ്കിൽ മാത്രം അങ്ങനെയുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടും. ദൈവത്തിൻ്റെ ഹൃദയം മോഷ്ടിച്ചുകൊണ്ടുവന്ന കള്ളന്മാരെ. നോമ്പിൻ്റെ ചൈതന്യത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഹൃദയം സ്വന്തമാക്കാനും ദൈവത്തിൻ്റെ ഹൃദയം സ്വന്തമാക്കിയവരെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താനുമുള്ള കാലഘട്ടമാണ് ഈ നോമ്പുകാലം എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ബൈബിളിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 103-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകതകളായിട്ടാണ് ഞാനിവയെ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ഹൃദയം സ്വന്തമാക്കാൻ നമുക്കും പരിശ്രമിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 23-ാം വാക്യം വീണ്ടും നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: നിൻ്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തുസൂക്ഷിക്കുക, ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുക.